ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ കുറച്ച് ചിക്കൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ രാവിലെ എഴുന്നേറ്റ് കറി ആക്കി കൂടെ തന്നെ പുട്ടും റെഡിയാക്കി വെച്ച് കേട്ടോ. പിന്നെ ചേട്ടനെ അനിയനെയും കടയിൽ വിട്ട് കുറച്ച് കാന്താരിമുളകൊക്കെ മേടിച്ചു അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നാരങ്ങ അച്ചാർ ഉണ്ടാക്കി വെച്ചു. പിന്നെ കാന്താരിമുളക് അച്ചാർ ഇട്ട് വെച്ചു. പിന്നെ കപ്പ പുഴുങ്ങാൻ വേണ്ടിയിട്ട് കപ്പയും പിന്നെ ചേമ്പും ചേനയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മളൊരാളെ കാണാൻ പോവാണേ. ആൾക്ക് കൊടുക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. കൂടെ തന്നെ കുറച്ച് പോർക്കും മേടിച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതും റെഡിയാക്കണം. പിന്നെയാണെങ്കിൽ കുറച്ച് പാവയ്ക്ക് ഞാനാണെങ്കിൽ തീയലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആ ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ കപ്പയാണെങ്കിൽ അരച്ച് പുഴുങ്ങാമെന്ന് കരുതി അതിന് വേണ്ടിയിട്ടൊരു തേങ്ങയും മേടിച്ചു. പിന്നെ ചേമ്പും ചേനയൊക്കെ ചുമ്മാ ഉപ്പിട്ട് പുഴുങ്ങാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ പോർക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സബോള ഇഞ്ചി പച്ചമുളകൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ചേട്ടനെ കടയിൽ വിട്ടേക്കുമായിരുന്നു. അപ്പോൾ ചേട്ടൻ അതൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ അനിയനും കുഞ്ഞിക്കുട്ടനും അമ്പാടിയും കൂടിയിട്ട് ഇതേ റൂമിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവരുടെയും വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ പെട്ടെന്ന് പണി കഴിച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ളതാണ്. അതുകൊണ്ട് ഞാനാണെങ്കിൽ കപ്പയാണെങ്കിൽ പൊളിക്കാൻ വേണ്ടിയിട്ട് അമ്മയിലോട്ട് കൊടുത്തു. അമ്മ കപ്പയൊക്കെ പൊളിച്ച് കൊത്തി നുറുക്കി തരും. ആ സമയം കൊണ്ട് ബാക്കി എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് പൂർത്തിയാക്കാമെന്ന് കരുതിയിട്ടു. അങ്ങനെ ഞങ്ങൾ പണിയെല്ലാം കഴിഞ്ഞ് ഒരു 4 മണി 4:30 ആയപ്പോഴത്തേക്കും നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എൻ്റെ മാമൻ്റെ മോൻ താമസിക്കുന്ന വീടാണ് കേട്ടോ ഇത്. മാമൻ്റെ രണ്ടാമത്തെ മകൻ്റെ വീടാണ്. അപ്പോൾ അവൻ്റെ വൈഫും കൊച്ചുമാണ് കേട്ടോ. അത് അവരുടെ കൂടെ അമ്പാടിയും നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറയണതിൻ്റെ കൂടെ വീഡിയോയും കൂടെ എടുക്കുവാണ് കേട്ടോ. അപ്പം വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിവ്യ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ 4 മാസമായി കേട്ടോ. അപ്പോൾ പുതിയ അതിഥികൾ വരാൻ പോവാണ്. അപ്പോൾ അവളുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ അവൾക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. കുറേ ദിവസമായി വരണം എന്ന് ആലോചിച്ചിട്ട് ഇന്നാണ് കേട്ടോ സമയം കിട്ടിയത്. അപ്പോൾ ഇവിടെ ചേട്ടനും അനിയനും അമ്പാടിയും പിന്നെയാണെങ്കിൽ ഇതാണ് കേട്ടോ മാമൻ്റെ മോൻ, രണ്ടാമത്തെ മോനാണ്. അപ്പം എല്ലാവരും ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ. അപ്പം അവൻ്റെ പെങ്ങൾ കുറച്ച് കഴിയുമ്പോൾ വരും. അപ്പോൾ ആൾ ഹോസ്പിറ്റലിൽ പോയേക്കുവാണ് കേട്ടോ. അങ്ങനത്തെ അവളും വന്നു, കൊച്ചും വന്നു. അങ്ങനെ അവരുടെയും വീഡിയോസൊക്കെ കുറേ നേരമൊക്കെ എടുത്തു. അപ്പോൾ ഇത് ദിവ്യയുടെ മോളാണ്. അപ്പോൾ അവളെ കസേര നേപ്പിച്ച് വിട്ടതിൻ്റെ ആ ഒരു സങ്കടത്തിൽ പോയി അവിടെ ഇരുന്നപ്പോൾ ഞാൻ അറിയാണ്ട് പോയി വീഡിയോ എടുക്കാൻ കേട്ടോ. ആൾക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല. പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കും ആളിതേ ഇടക്കരുതെന്നും പറഞ്ഞ് എഴുന്നേറ്റ് ഓടി കേട്ടോ. വീഡിയോ എടുക്കണമെന്ന് ആൾക്ക് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ദിവ്യ, മാമൻ്റെ മോൻ്റെ വൈഫാണ്. അവർക്കും അങ്ങനെ വീഡിയോയിൽ വരാനും താല്പര്യമില്ല. എന്നാലും ഞാൻ ഈ ഫോണുമായിട്ട് പുറകെ പോകും കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു 7:45 8 മണിയൊക്കെ ആകാറായപ്പോൾ എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുവാണേ. കപ്പയും പോർക്കും അച്ചാറും പിന്നെ ഇവിടെ മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കുവാണ്. അപ്പോൾ ഞാനിപ്പോൾ കഴിക്കുന്നില്ലെന്ന് പറഞ്ഞു. കാരണം ഈ എൻ്റെ തോളെ ഇരിക്കുന്ന സാധനം ആരുടെയും കൈ പോകത്തില്ല കേട്ടോ. ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കയറിയപ്പോൾ തൊട്ട് കരയാൻ തുടങ്ങിയിട്ട് ഞാൻ എടുക്കുന്നവരെ കരച്ചിലായിരുന്നേ. ഏങ്ങലടിച്ച് ഒരു പരുവായി. ഞാൻ ഓരോ കാര്യങ്ങളുമായിട്ട് നടക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുക്കാണ്ടിരുന്നത്. പിന്നെ ചേട്ടൻ്റെ അനിയൻ്റെ കൂടെ ഇരുന്നോളൂല്ലോ എന്ന് ഓർത്താണ് സമാധാനപ്പെട്ടത്. പക്ഷേ വീട് സ്ഥലമൊക്കെ മാറിയതുകൊണ്ട് അവരുടെ കൈ പോലും പോണില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം എടുത്ത് പിടിച്ചു. അങ്ങനത്തെ അവരെല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം കെസയും ആൻറ്റിയും മോനും കൂടിയിട്ട് വീട്ടിലോട്ട് പോകും കേട്ടോ ഇന്ന് തന്നെ. കുറച്ചങ്ങ് പോയാൽ മതി അവരുടെ വീട്. അപ്പോൾ ഇത് മാമൻ്റെ മോനൊക്കെ മാറി താമസിക്കുന്ന വീടാണ്. അപ്പോൾ അവർ കുറച്ച് കഴിയുമ്പോൾ പോകും. അപ്പോൾ അവർ നേരത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ അവരെ ഇനിയിപ്പോൾ ഇവൻ കൊണ്ടുവിടും കേട്ടോ. അപ്പോൾ ചേട്ടനും അനിയനും അമ്പാടിയൊക്കെ കൂടിയിട്ട് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അമ്പാടിക്ക് പിന്നെ ഫുഡ് വേണ്ട, അലർജിയാണ്, ഇഷ്ടമില്ല. ഞാൻ ആ ഒപ്പം തന്നെ വീഡിയോ ഒക്കെ എടുക്കുവാണ് കേട്ടോ. എൻ്റെ വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവരുടെയൊക്കെ വീഡിയോ അങ്ങ് എടുക്കുവാണേ. എൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ സെൽഫി പോലെയൊക്കെ ഞാൻ തന്നെ അങ്ങ് എടുക്കും. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും അവിടെ നിന്ന് ഫുഡ് കഴിക്കുവാണ്. അപ്പം മുറ്റത്ത് ചേട്ടനും അനിയനും അമ്പാടിയും കുഞ്ഞുവാവയും എല്ലാവരും ഉണ്ട് കേട്ടോ മുറ്റത്ത്. നല്ല രസമാണ് കേട്ടോ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഒരു ദിവസം പകൽ വരുമ്പോഴത്തേക്കും ഞാനാണെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇനിയിപ്പം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന ഒരു 8:30 9 മണി ആകാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്പാടി ഒരു ഒറ്റ കരച്ചിൽ കരഞ്ഞു. അവന് തോക്ക് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ പാതിരാത്രിക്ക് കടയിൽ പോയി തോക്കിന് എന്നപ്പോഴത്തേക്കും അവന് തോക്ക് വേണ്ട, അവിടെ ഇരിക്കുന്ന ഡോൾഫിൻ മതി എന്ന് പറഞ്ഞിട്ട് അത് ഒരെണ്ണം മേടിച്ച് കേട്ടോ. അങ്ങനെ അത് മേടിച്ച് കൊടുത്തപ്പോഴത്തേക്കുമാണ് ആൾ ഹാപ്പി ആയത്. പിന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ പെട്ടെന്ന് വീട്ടിൽ പോകും. പിന്നെ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.